ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന രണ്ട് മേജർ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. കമ്മ്യൂണിറ്റി കോർണുകോപ്പിയ കമ്മ്യൂണിറ്റി, financial constraints, the world, നമുക്കിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒറാക്കിൾ കാർഡ്സ് ആണ്. ഞാൻ 4 കാർഡ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടാരോ കാർഡ്സ് കൂടെ എടുത്തിട്ട് നമുക്ക് റീഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റിൽ തന്നെ ബോട്ടം വന്നിരിക്കുന്നത് ദ ടെമ്പിൾ പാത്ത് ആണ്. ടെമ്പിൾ പാത്ത് എന്ന് പറയുമ്പോൾ നമ്പർ 3 ആണ്. ഈ ഒരു ടെമ്പിൾ പാത്ത് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെമ്പിൾ എന്താണ്? ക്ഷേത്രം. ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ്. ഈ ക്ഷേത്രത്തിലേക്കുള്ള വഴി നമുക്ക് എന്ത് സൗഭാഗ്യമാണ് തരുന്നത്? നമ്മൾ എല്ലായ്പ്പോഴും ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ആദ്യം അതേത് ക്ഷേത്രവുമായിക്കോട്ടെ, അത് ഒരു മതമില്ല, ഒരു ജാതിയില്ല, ഒന്നുമില്ല. പള്ളികളാവാം, പള്ളി അത് ക്രിസ്ത്യൻസിൻ്റെ ആവാം, മുസ്ലിംസിൻ്റെ ആവാം, ഹിന്ദുസിൻ്റെ ആവാം, ഏതൊരു ആരാധനാലയങ്ങളും അത് ഒന്നിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. ആരാധനാലയങ്ങളിൽ എവിടെ നമ്മൾക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം എന്താണ് കിട്ടുന്നത്? പീസ്, സമാധാനം, അല്ലേ? മനസ്സിൻ്റെ ശാന്തി, അതും ലഭിക്കാറുണ്ടല്ലോ. കൂടുതലായിട്ട് നമുക്കിത് ലഭിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? അവിടെ സിൻസിയർ ലവ് ആണ്. അതായത് പ്രപഞ്ചത്തോടുള്ള, ദൈവത്തോടുള്ള സിൻസിയർ ലവ് ആരുടെ ഉള്ളിലുണ്ടോ അവിടെയാണ് സമാധാനവും സന്തോഷവും ലഭിക്കുന്നത്. സത്യസന്ധത, നല്ല മനസ്സോടുകൂടി, ഹൃദയം നല്ല സിൻസിയർ ആയിരിക്കണം, ഹൃദയം നല്ല പരിശുദ്ധമായിരിക്കണം, പ്യുവർ ആയിരിക്കണം. മനസ്സിലായി? ഹൃദയം നല്ല പ്യുവർ ആയിരിക്കണം. അവിടെ മറ്റൊരാളിനോടുള്ള അസൂയയോ വിദ്വേഷമോ പകയോ ഒന്നും വെച്ച് പുലർത്തി ഈ ക്ഷേത്രങ്ങളിൽ പോകാൻ പാടില്ല. ഏത് ക്ഷേത്രത്തിലായാലും ഞാൻ ഒരു കാര്യം മാത്രമല്ല ഇവിടെ പറയുന്നത്, എല്ലാവരുടെയും കാര്യമാണ് പറയുന്നത്. ജാതി മതഭേദമന്യേ എല്ലാവരുടെയും കാര്യമാണ്. എല്ലാവർക്കും ഉള്ളതാണ് പ്രപഞ്ചം. ഈ പ്രപഞ്ചം എല്ലാവരുടെയും കൂടെയാണ്. നമ്മൾ പ്രപഞ്ചത്തിന്റെ സന്തതികളാണ് എല്ലാവരും. അവിടെ മറ്റൊരു ഭേദവുമില്ല. നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ആരാധനാലയങ്ങളിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും മനസ്സ് ശുദ്ധമായിരിക്കണം. സത്യസന്ധമായ നിലയിൽ വേണം നമ്മൾ അവിടെ പോയി പ്രാർത്ഥിക്കാൻ. എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ അവിടെ പോകുന്നത്? അല്ലെങ്കിൽ കുറച്ച് മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടി, ശാന്തി ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ആരാധനാലയങ്ങളിൽ പോകുന്നത്. അല്ലാതെ അവിടെ ഇരുന്ന് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞ് സന്തോഷിക്കുന്ന ചില വ്യക്തികളുണ്ട്. അങ്ങനെയല്ല. നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെയധികം നിഷ്കളങ്കമായിട്ട് പെരുമാറുന്ന ആൾക്കാരാണ്. അവിടെ സത്യസന്ധതയാണ് കൂടുതലായിട്ടും കൊണ്ടുവരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സത്യസന്ധത കൂടുതൽ കൊണ്ടുവരുന്നു, സിൻസിയർ ആയിട്ട് മറ്റുള്ളവരോട് പെരുമാറാൻ കഴിയുന്നു. അവിടെ കളങ്കമില്ലാത്ത ഒരു പെരുമാറ്റം നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ പറ്റുന്നുണ്ടോ? അവിടെ നിങ്ങളുടെ ഐശ്വര്യം തുടരുകയായി, അല്ലെങ്കിൽ തുടങ്ങുകയായി. അവിടെയാണ് നിങ്ങൾക്ക് ഐശ്വര്യം തുടങ്ങുന്നത്. മനസ്സിലായി? ഈ ഒരു ടെമ്പിൾ പാത്തിലാണ് നിങ്ങളുടെ ഐശ്വര്യം വർദ്ധിച്ചു വരുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ഒരുപാട് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നിങ്ങൾ അതിനെ സ്വീകരിക്കാൻ, അവിടുത്തെ പവിത്രതയെ സ്വീകരിക്കാൻ പോകുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല വഴി തെളിഞ്ഞു കഴിഞ്ഞു. അവിടെ നിന്നും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടാവും. പലർക്കും അമ്പലത്തിലൊക്കെ ഒന്ന്, ക്ഷേത്രങ്ങളിൽ, ആരാധനാലയങ്ങളിൽ എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് വരുമ്പോൾ മനസ്സിന് വളരെയധികം സമാധാനം ലഭിക്കും.
എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിന്റെ കോൺഫിഡൻസ് അവിടെ വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്, അല്ലേ? തീർച്ചയായിട്ടും മനസ്സിന്റെ കോൺഫിഡൻസ് വർദ്ധിക്കാനുള്ള ഏറ്റവും നല്ല ഒരു ഉപാധിയാണ് ഇത്തരത്തിലുള്ള ആരാധനാലയങ്ങളിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. പ്രാർത്ഥന നമുക്ക് എല്ലായ്പ്പോഴും, എനിക്കായാലും നിങ്ങൾക്കായാലും കോൺഫിഡൻസ് വർദ്ധിക്കുന്ന ഒരു, വർദ്ധിച്ചു തരുന്ന, അല്ലെങ്കിൽ കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കാൻ പറ്റിയ ഒരു ഉപാധിയാണ്, ഒരു ടൂളാണത്. മനസ്സിലായി? അതുകൊണ്ട് എല്ലായ്പ്പോഴും നിങ്ങൾ നിരന്തരം പ്രാർത്ഥനകളിൽ ഏർപ്പെടുന്നത് ഏറ്റവും നന്നായിരിക്കും. മറ്റു ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളേ പാടില്ല. മറ്റ് അനാവശ്യകരമായ ചിന്തകൾ ഇല്ലാതെ ഇരിക്കണം. ചിന്തകളിൽ നിന്നൊക്കെ മുക്തരാവണം. മനസ്സിലായ? അപ്പോഴാണ് നിങ്ങൾക്കിവിടെ 1+2 3 ആണ്. കണ്ടില്ലേ? ഇവിടെ ദൈവാനുഗ്രഹമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ ബ്ലെസ്സിങ്സ് ഉള്ളപ്പോൾ ഇവിടെ സ്റ്റോം വാണിങ്, എത്രമാത്രം പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം വാണിങ് തരും നിങ്ങൾക്ക്. നിങ്ങൾക്കൊരു വാണിങ് ലഭിക്കും. കാരണം നിങ്ങളുടെ ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാകും. അങ്ങനെ പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്ത് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടോ, വലിയ കൊടുങ്കാറ്റ് വരുന്നു, പേമാരി വരുന്നു, അല്ലെങ്കിൽ വലിയ ചില വിഷമങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവും. അങ്ങനെ കഴിവുണ്ടാകുമ്പോൾ അതിനെ നിങ്ങൾക്ക് അതിജീവിക്കാൻ അല്ലെങ്കിൽ ഓവർകം ചെയ്യാനുള്ള കഴിവ് കിട്ടും. അങ്ങനെ അതിനുള്ള സാധ്യത നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് നിങ്ങൾക്ക് വരാൻ തുടങ്ങും. നിങ്ങൾക്കൊരു തുടക്കം തന്നെ ഇതെല്ലാം അവസാനിപ്പിച്ചിട്ട് അതിനെ നിങ്ങൾക്ക് ഭംഗിയായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഓവർകം ചെയ്ത് പുതിയൊരു തുടക്കത്തിലേക്ക് നീങ്ങാൻ നിങ്ങളെ കൊണ്ട് ഇവിടെ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഇവിടെ വരുന്നുണ്ട്. ദൈവാനുഗ്രഹങ്ങൾക്കുള്ള തുടക്കമാണ് എന്നാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത്. നിങ്ങൾക്കിവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്ന കോർണോകോപ്പിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സമൃദ്ധിയാണ്. കണ്ടല്ലേ? ഇവിടെ നമ്പർ എത്രയാണ്? 11. അവിടെ നമ്പർ 1 വന്നിട്ടുണ്ട്, ഇവിടെ 11 വന്നിട്ടുണ്ട്. അപ്പോൾ 11 കാണുന്നവരുണ്ടാവണം, 111 കാണുന്നവരുണ്ടാവണം. ഇതൊക്കെ എന്താണ്? ദൈവാനുഗ്രഹമാണ്. നിങ്ങളിലേക്ക് ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് വരുന്നു, ഡിവൈൻ ബ്ലെസ്സിങ്സ് വരുന്നു. ഡിവൈൻ നമ്പറാണിത്, ഏഞ്ചൽസ് നമ്പറാണിത് എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളൊരു സ്പിരിച്വൽ വേയിലൂടെ കടക്കുന്ന വ്യക്തികൾ തന്നെയാണ്. അതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ സ്പിരിച്വൽ വേയിലൂടെ വരുമ്പോൾ ഇവിടെ ബട്ടർഫ്ലൈ കാണുന്നുണ്ടല്ലോ, അല്ലെ? ഇവിടെ ഒരുപാട് സമൃദ്ധിയാണ്. എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ഫ്രൂട്ട്സ് ആയി, വെജിറ്റബിൾസ് ആയി, അതുപോലെ എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്യാവശ്യമുള്ള സ്നേഹം, ഇവിടെ എല്ലാം സ്നേഹത്തിന്റെ സമൃദ്ധിയാണ്. ഇവിടെ കണ്ടില്ലേ? ഇവിടെ മാറ്റം കൊണ്ടുവരുന്നുണ്ട് സ്നേഹത്തിന്റെ സമൃദ്ധി. ഇവിടെ സൂര്യപ്രകാശം കണ്ടില്ലേ? ഇവിടെ സൺലൈറ്റ്, അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. സമൃദ്ധി ആവോളം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ മാറ്റം വരും, നിങ്ങൾക്ക് നല്ലതുപോലെ മാറ്റം വരുന്ന എനർജിയാണിത്. ഈ മാറ്റം വരുന്ന ഒരു സമയമാണെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു നമ്പർ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ ഇത് കാണുന്നുണ്ടായിരിക്കും ഒരുപാട് പേർ. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിക്ക് തുടക്കമായിരിക്കുന്നു. സ്പിരിച്വൽ വേയിലേക്ക് കടക്കാനുള്ള തുടക്കമായിരിക്കുന്നു. തുടക്കമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട്, പലരും പറയും ഒരുപാട് കാലം കൊണ്ട് ഞാൻ ഈ നമ്പറുകളൊക്കെ കാണുന്നു എന്നിട്ടും ഒരു വ്യത്യാസവും ഇല്ലല്ലോ എന്ന്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങളിത് നമ്പേഴ്സ് നിങ്ങൾ കാണുന്നു, നിങ്ങൾക്ക് അതിന്റെ മീനിങ് ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ അതിനായിട്ട് പ്രയത്നിക്കുന്നുമില്ല. അതാണ് അതിന്റെ സത്യം. നിങ്ങൾ അതിനായിട്ടൊന്നും പ്രയത്നിക്കുന്നില്ല. നിങ്ങൾ ഈ നമ്പർ കാണുമ്പോൾ എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ സ്വയം വിചാരിക്കണം, എനിക്കിതിലേക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം എൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്നു, ഞാൻ അതിനായിട്ട് പ്രയത്നിക്കണം, അപ്പോഴാണ് എനിക്ക് സക്സസ് ഉണ്ടാവുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ആ വഴിയെ വരികയാണ് വേണ്ടത്. അവിടെയാണ് നമ്മൾ പറയുന്നത് പ്രാർത്ഥനയുടെയും ജപത്തിൻ്റെയും മന്ത്രങ്ങളുടെയും ഒക്കെ ഫലം അല്ലെങ്കിൽ നല്ല ഒരു റിസൾട്ട് നമ്മളിലേക്ക് വരുന്നത് ഈ ഒരു സമയത്താണ്. അവിടെ നിന്നും അടിക്കടി നമുക്ക് അഭിവൃദ്ധി വരാൻ തുടങ്ങും. ജീവിതത്തിൽ നല്ലൊരു പ്രോഗ്രസ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങും. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ മാറ്റങ്ങളാണ്, ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഇവിടെ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളിത് മനസ്സിലാക്കണമെന്നേ മാത്രമേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് ഇത് കാണുന്നു എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് വെറുതെ ഇരുന്നിട്ടും കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ തുടങ്ങി വെച്ചോളൂ. അതിനായിട്ട് ആ നല്ല സ്പിരിച്വാലിറ്റി നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന് മറ്റു എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കണമെന്നല്ല പറയുന്നത്. അനാവശ്യകരമായ ചില കാര്യങ്ങളെ നിങ്ങൾ സ്വയം ഉപേക്ഷിക്കണം.
എന്നാൽ മാത്രമേ നല്ലത് ഇങ്ങോട്ട് വരൂ. നെഗറ്റീവിനെയൊക്കെ നിങ്ങൾ കളഞ്ഞുവെങ്കിൽ മാത്രമേ പോസിറ്റീവായ എനർജി നിങ്ങളിലേക്ക് വരികയുള്ളൂ. അല്ലാതെ നെഗറ്റീവ് ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ്, കൂടുതൽ നമ്മൾ നെഗറ്റീവിലേക്ക് പോകും. അതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. സത്യസന്ധത നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അതിനായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അനാവശ്യകരമായ കാര്യങ്ങളെ ഉപേക്ഷിച്ച് മുന്നോട്ട് വരൂ. നിങ്ങൾ സമൃദ്ധിയിലേക്ക് വരൂ. സമൃദ്ധിയിലേക്ക് വരുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മനസ്സിലായോ? അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വരുന്നുണ്ട് കമ്മ്യൂണിറ്റിയാണ്. കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്പർ 7 ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. കമ്മ്യൂണിറ്റിയിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് തിളങ്ങാനുള്ള സാഹചര്യം നിങ്ങൾക്ക് വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യം ഇനി എന്തിൻ്റെ ആയാലും, കണ്ടില്ലേ, എന്തിൻ്റെ ആയാലും ഏതോ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് സക്സസ് വരുന്നുണ്ടാവാം. നല്ലൊരു സക്സസ് നിങ്ങൾക്ക് എന്തോ കാര്യത്തിന് വരുന്നുണ്ട്. എക്സാമിനേഷന് ചിലപ്പോൾ എഴുതിയിരിക്കുന്നവർക്ക് സക്സസ് വരാം. ഉദ്ദേശിക്കുന്നതിൽ അപ്പുറത്തായിട്ട്, അപ്രതീക്ഷിതമായിട്ട്, അവിചാരിതമായിട്ട് പല നേട്ടങ്ങളും നിങ്ങളെ തേടി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഒന്ന് ഷൈൻ ചെയ്യാനുള്ള സാഹചര്യമാണ് ഇവിടെ. മറ്റുള്ളവർ നിങ്ങളെ ഒന്ന് അനുമോദിക്കുക, സന്തോഷിക്കുക നിങ്ങളുടെ എനർജിയിൽ, അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ തന്നെ ഒന്ന് സന്തോഷിക്കുക. നിങ്ങൾക്കും അതുപോലെ അവരെ കാണുമ്പോൾ സന്തോഷമുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം സന്തോഷിക്കാനുള്ള എനർജി. അതാണ് എല്ലാവിധത്തിലുമുള്ള സമൃദ്ധി നിങ്ങളിലേക്ക് വരുന്നു. ഇവിടെ സമൂഹത്തിൽ നിങ്ങൾക്ക് ഒരുപാട് എൻജോയ് ചെയ്യാനുള്ള അവസരം വരുന്നുണ്ട്. സമൂഹത്തിൽ ഒരുപാട് എൻജോയ് ചെയ്യാനുള്ള അവസരം എന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവർ നിങ്ങൾക്ക് ഈ അവസരം തരാം. നിങ്ങളുടെ വിധി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അവസരം കൊണ്ടുതരാം. ദൈവികമായ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വരാം. ചിലപ്പോൾ പുതിയ ജോലി ലഭിക്കാം. നിങ്ങൾക്ക് പുതിയ കോഴ്സിലേക്ക്, ആഗ്രഹിക്കുന്ന കോഴ്സിലേക്ക് പോകാം. ഇന്റർവ്യൂസിനൊക്കെ എഴുതിയിട്ട് റിസൾട്ട് നോക്കിയിരിക്കുന്നവർക്ക് നല്ല ഒരു പോസിറ്റീവായ റിസൾട്ട് ലഭിക്കും. അല്ലെങ്കിൽ മറ്റുള്ളിടത്തേക്ക് പോകാൻ, എവിടെയെങ്കിലും ഏതെങ്കിലും രാജ്യത്ത് പോയി ജോലി നോക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് തിളങ്ങി നിൽക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്നാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? ഇവിടെ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ആണ്, ഇത് സാമ്പത്തികപരമായ 4 ആണ്, നമ്പർ 4 ആണ് വന്നിരിക്കുന്നത്. ഒരു സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾ അനാവശ്യകരമായ കാര്യങ്ങളിൽ അധികം ചെലവഴിക്കാതെ ഒരു നിയന്ത്രണം കൊടുത്ത് മുന്നോട്ട് വരൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സമ്പത്തിനെ ചെലവഴിക്കുന്ന കാര്യത്തിൽ ഒരു നിയന്ത്രണം അത്യാവശ്യമാണ്. മനസ്സിലായി? ഒരു ചരടുവലി വേണം, നിങ്ങളുടെ കയ്യിൽ ഇരിക്കണം. സാമ്പത്തികം നിങ്ങൾക്ക് ഈ ഒരു കയ്യിലുണ്ട്, പക്ഷെ അത് അവിടെ ഇരിക്കണമെങ്കിൽ ഈ കൈ കൂടി ഒന്ന് പ്രവർത്തിക്കണം. മനസ്സിലായോ? അങ്ങനെ വേണം മുന്നോട്ട് വരാൻ. അല്ലാതെ 2 കൈയും വിട്ട് ആടി എല്ലാം ശൂന്യമാക്കുന്ന ചില ആൾക്കാരുണ്ട്. കയ്യിൽ നിറയെ പൈസ ആയിരുന്നാലും എല്ലാം അങ്ങ് അനാവശ്യമായി ധൂർത്തടിച്ച് കളയാൻ പാടില്ല. അങ്ങനെ ചിലരുടെ സ്വഭാവമാണിത്. എന്നിട്ട് പിന്നെ ഒന്നുമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും, അല്ലേ? അങ്ങനെയും ചിലരുണ്ട്. അപ്പോൾ അതൊന്നും അങ്ങനെയല്ല വേണ്ടത്. കുറച്ച് നിങ്ങളുടെ കയ്യിൽ ഇരിക്കണം, ഒരു നിയന്ത്രണം വെക്കണം. ചെലവിന് അല്ലെങ്കിൽ ധൂർത്തടിച്ച് കളയുന്നതിന് ഒരു നിയന്ത്രണം വെക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സാമ്പത്തികത്തിന്റെ സ്റ്റെബിലിറ്റി വരും. അപ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായി തന്നെ നിങ്ങൾക്ക് വിചാരിക്കുന്ന കാര്യത്തിൽ അത് ചെലവഴിക്കാനും അതിലൂടെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് വരാനും സാധിക്കും. മുന്നോട്ടൊരു വളർച്ച വരും നിങ്ങൾക്ക്. മനസ്സിലായ? സാമ്പത്തിക കാര്യങ്ങൾക്ക്. അതാണ് ഇവിടെ പറയുന്നത്. പാവങ്ങൾക്ക്, അർഹതയുള്ളവർക്ക് മാത്രം കൊടുക്കുക, അത് മതി. അല്ലാതെ എല്ലാവർക്കും അങ്ങ് ദാനം ചെയ്ത് നടക്കുകയല്ല വേണ്ടത്. ആവശ്യത്തിന് ചെലവഴിക്കുക, എന്നിട്ട് അത് ബാക്കിയുള്ളത് കൂടി ഒരു നിയന്ത്രണത്തിൽ കഴിയണം. ഇവിടെ അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്ന വേൾഡ് കാർഡാണ്. ഇവിടെയും നമ്പർ 2+9 എത്രയാണ്? 11 ആണ് വന്നിരിക്കുക. അപ്പോൾ 11 കണ്ടോ? ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ ഭാഗ്യം എന്ന് പറയുന്നത്. ഇതാണ് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്ന ഏറ്റവും മേജറായിട്ടുള്ള ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. കണ്ടില്ലേ? ഈ ഒരു കാര്യം, അതായത് വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇന്ന് മുന്നോട്ട് വരികയാണ് നിങ്ങൾ. ഒത്തിരി അനാവശ്യകരമായ കാര്യങ്ങളെ എല്ലാം അവിടെ സമ്പൂർണതയിലെത്തിച്ചു. അവിടെ അതിനെല്ലാം വേണ്ടെന്ന് വെച്ചു. ഇനി മുന്നോട്ട് നല്ലൊരു ലൈഫിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ആത്മീയപരമായ പാതയിലേക്ക് വരുന്നുണ്ട്. ആ ആത്മീയപരമായ പാത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇത് ഒരുപാട് കാര്യങ്ങളിൽ, വിവാഹമാകാം, പുതിയ ജോലിയാകാം, പുതിയൊരു ലൈഫാവാം, പുതിയ വീട്, വാഹനം, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു, സമയമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്.
അതിനായിട്ടൊരു സമയം നിങ്ങൾക്ക് അടുത്തിരിക്കുന്ന ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സമൃദ്ധിയാണ്. ഐ ആം അബണ്ടന്റ്, ഐ ആം സക്സസ്. കണ്ടല്ലേ, അതാണ് ഇവിടെ പറയേണ്ടത്. അതാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഐ ആം അബണ്ടന്റ്, ഐ ആം സക്സസ്. കണ്ടില്ലേ, ഇവിടെ ഏറ്റവും നല്ല ഒരു വഴിയെ കൂടെ പോവുകയാണ്. ഏറ്റവും നല്ലൊരു തുടക്കത്തിലേക്ക് നിങ്ങൾ ഇവിടെ പോകുന്നു. ഇവിടെയോ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഒരു സക്സസിലേക്ക് പോകാൻ സാധിക്കുന്നു. ഇവിടെ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ, വളരെ വളരെ നല്ല എനർജീസ് ആണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഹൈ എനർജിയാണ് ഇവിടെ, വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി, വളരെയധികം ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു എനർജി. നമുക്ക് ടാരോ കാർഡ്സ് കൂടി ഒന്ന് നോക്കാതെ. സ്റ്റാറാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ദ ലവേഴ്സ്, ഫൈവ് ഓഫ് കപ്സിന്റെ എനർജി, വീൽ ഓഫ് ഫോർച്യൂൺ, ഏസ് ഓഫ് കപ്സ്, നയൻ ഓഫ് കപ്സ്. വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജീസ് ആണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് 10 ഓഫ് പെറ്റക്കിൾസിന്റെ എനർജിയാണ്. അതായത് സാമ്പത്തികം ധാരാളമായി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നല്ല എനർജിയാണ്. സാമ്പത്തികം മാത്രമല്ല, സമൃദ്ധി. കണ്ടില്ലേ, ഇവിടെ ഫ്രൂട്ട്സിനെയൊക്കെ കാണിച്ചിരിക്കുന്നത് എന്താണ്, നിങ്ങളിലേക്ക് സമൃദ്ധി വരും. നമ്മളുടെ ഫസ്റ്റിലെ തന്നെ 11 നമ്പർ വന്നിരിക്കുന്ന കോർണോകോപ്പി, അതായത് വളരെയധികം അബണ്ടൻസ്, ഈ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 10 ഓഫ് പെന്റക്കിൾസിന്റെ സമ്പത്തിൻ്റെതായ സമൃദ്ധി നിങ്ങളിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു എനർജിയിൽ നിങ്ങൾ നിറഞ്ഞു നിൽക്കാൻ പോകുന്നു. നിങ്ങൾക്ക് ഇത് വളരെയധികം സ്പീഡിൽ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണിത്. കാരണം പെന്റക്കിൾ, എർത്ത് സൈൻ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. ബാക്കിൽ വന്നിരിക്കുന്നത് 8 ഓഫ് വാൺസിന്റെ എനർജിയാണ്. 8 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഇത്രമാത്രം പാഷനേറ്റായി, ഇത്രമാത്രം സ്പീഡിലുള്ള ഒരു ആക്ഷനാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് ഒരുപാട് ആവേശത്തോടുകൂടി നിങ്ങൾ കോൺഫിഡൻസിലേക്ക് പോകുന്നു, കോൺഫിഡൻ്റ് ആവുന്നു. മനസ്സിലായി, നിങ്ങൾ ഒത്തിരി കോൺഫിഡൻ്റ് ആവുന്ന ഒരു എനർജിയാണിത്. വളരെയധികം ആവേശത്തോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത്രമാത്രം നിങ്ങൾക്ക് കൂടുതലായിട്ടും കോൺഫിഡൻ്റ് ആവാൻ സാധിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വന്നു ചേരുന്നു. പല വാർത്തകൾ വരുന്നുണ്ട്, പല സന്തോഷകരമായ ന്യൂസുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്, അഥവാ ചില മെസ്സേജുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ നിന്നുണ്ടാവാം. കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ഒരുപാട് ഉയർച്ചയിലേക്ക് പോകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. യാത്രകളാവാം, ഒന്നുകിൽ യാത്രകളാവാം, അതുമല്ല എങ്കിൽ പ്രൊമോഷൻ, ജോലി കാര്യങ്ങളിലൊക്കെ, സാമ്പത്തിക കാര്യങ്ങളിലും ഉയർച്ച വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നിങ്ങൾ ഉയർച്ചയിലേക്ക്, നിങ്ങളൊരു സ്റ്റാറായിട്ട് തിളങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. സ്റ്റാറാണ് നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു സമൃദ്ധിയിൽ നിങ്ങൾ സ്റ്റാറായിട്ട് തിളങ്ങും. കമ്മ്യൂണിറ്റിയിലെ സന്തോഷങ്ങൾ കണ്ടില്ലേ, നിങ്ങളിവിടെ സ്റ്റാറായിട്ട് തിളങ്ങാൻ പോകുന്നു. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഹെൽത്തിലും വെൽത്തിലും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇമ്പ്രൂവ് ഉണ്ടാകുന്നു, ഒരുപാട് പ്രോഗ്രസ് വരുന്നുണ്ട്. ഹെൽത്തും വെൽത്തും നല്ല രീതിയിലാവുമ്പോൾ പിന്നെ എന്താണ് വേണ്ടത്? അവിടെ നിങ്ങൾക്ക് സമൃദ്ധി അല്ലേ? സ്വയം പറഞ്ഞു പോകും, ഐ ആം സക്സസ്, ഐ ആം അബണ്ടന്റ്. ആ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നല്ല ഒരു ഉയർച്ചയിലേക്ക് പോകുന്നു, സ്ഥാരമായിട്ട് തിളങ്ങാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കത് അതിൽ ആ ഒരു എനർജിയിലേക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. 8 ആണ് നമ്പർ, ഇവിടെ അബണ്ടൻസിന്റെ നമ്പറാണ്. ഇവിടെ ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ലവേഴ്സ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ലൈഫിലെ ഒരു കണക്ഷനാണ്. നിങ്ങളോട് ചേരുമ്പോൾ മാത്രം, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഒരു വ്യക്തിയോട് ചേരുമ്പോഴാണ് നിങ്ങൾക്ക് സമൃദ്ധി ഐശ്വര്യവും വരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. കണ്ടില്ലേ, ഈ ഒരു വ്യക്തിയോട് ചേരുമ്പോഴാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ കൈകൾ കോർത്ത് പിടിച്ചൊരു ജീവിതത്തിലേക്ക് പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ ഐശ്വര്യവും സമൃദ്ധിയും വരുന്നതെന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്.
പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ഇവിടെ ഒരുപാട് ആഗ്രഹിച്ച് നോക്കിയിരുന്ന ചില വ്യക്തികൾ വന്നു ചേരുന്നു. ഒന്നിച്ച് ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വിവാഹം നടക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ വിട്ടുപിരിഞ്ഞ് അതുപോലെ സ്നേഹത്തിലിരുന്നിട്ട് വിട്ടുപിരിഞ്ഞ് പോയ ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. വീണ്ടും നല്ല ഒരു ലൈഫിലേക്ക് പോകുന്നതായിട്ട് അതിൻ്റെതായ ഒരു തുടക്കമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ ഇവിടെ 5 ഓഫ് കപ്സ് ആണ്. ആഗ്രഹിച്ചതുപോലെ എന്നെ ആരും സ്നേഹിക്കുന്നില്ല, ഞാനിവിടെ ഒറ്റയ്ക്കായി പോയി എന്നുള്ള ആ ഒരു വിഷമത്തിലിരിക്കുന്ന എനർജി. ആരും അങ്ങനെ ചിന്തിക്കരുത്, ഞാനിവിടെ ഒറ്റയ്ക്കായി എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നിട്ടുണ്ട്. നമ്മളെല്ലാം യൂണിവേഴ്സിന്റെ സന്തതികളാണ്. ഒരുപാട് സൗഭാഗ്യം, ഒരുപാട് ഐശ്വര്യം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. മറ്റുള്ളവരെ അപേക്ഷിച്ച് മറ്റുള്ളവർക്ക് എന്തെല്ലാം കുറവുകൾ ഉണ്ടാവും അല്ലെ? നിങ്ങൾ നോക്കിക്കേ, നിങ്ങളൊന്ന് കണ്ണു തുറന്ന് നോക്കിക്കേ, എന്നിട്ടൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നിങ്ങൾക്കുള്ള അത്രയും ഐശ്വര്യവും സമൃദ്ധിയും മറ്റൊരു വ്യക്തിക്കില്ല. നിങ്ങൾക്കുള്ള കഴിവുകൾ മറ്റൊരു വ്യക്തിക്കില്ല. നിങ്ങൾ നല്ല കഴിവുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളെയും മറികടന്ന് ഇത്ര വരെ എത്താൻ സാധിച്ചത് അല്ലെ? ഇനിയും നിങ്ങൾ ഇതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് വരും. വലിയൊരു സക്സസ്സിലേക്ക് നിങ്ങൾക്ക് കടക്കാനും സന്തോഷത്തിലിരിക്കാനും സാധിക്കും. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും യൂണിവേഴ്സിന് താങ്ക് യു പറയേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെയോ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോഴെന്താണ്? നിങ്ങളുടെ വിധി മാറുകയാണ് ചെയ്യുന്നത്. ഇതുവരെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം സാധിച്ചില്ല, എനിക്കിതൊന്നും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. എനിക്ക് വരും, എനിക്ക് നല്ല കാര്യങ്ങൾ എന്നിലേക്ക് വന്നു ചേരും, അങ്ങനെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതാണ് വേണ്ടത്. മനസ്സിലായോ? അപ്പോഴാണ് നിങ്ങളുടെ സമയം നല്ലതായി വരുന്നുണ്ട്, നിങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ അടുത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ വിധിയെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം ഇവിടെ ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. പുതിയൊരു സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്, പുതിയൊരു സ്നേഹം തുടങ്ങുന്നു. അതായത് ഒരു ഡിവിനിറ്റി ഉള്ളതാണ്, ദൈവികത നിറഞ്ഞ ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരികയാണ്. ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒരിക്കലും ഇത് കളങ്കമുണ്ടാവില്ല. ഇത് നിങ്ങളുടെ മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കത്തക്ക വിധമുള്ള ഒരു നിഷ്കളങ്കമായ പ്രണയമാണ്. പ്യുവർ ആയിട്ടുള്ള ഒരു ലവ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങൾക്കത് തുടങ്ങാനുള്ള സമയമായിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ഇപ്പോൾ തന്നെ തുടങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ തുടങ്ങി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. തുടക്കമാണ്. ഏസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. തുടക്കമാണ്. മനസ്സിലായി? നല്ലൊരു സ്നേഹബന്ധത്തിന്റെ തുടക്കം ഇവിടെ വന്നിരിക്കുന്നു. അതുപോലെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എന്താണ്? 9 ഓഫ് കപ്സ് ആണ്. എല്ലാ കാര്യങ്ങളിലും സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു. ഒന്നിലും ബോധേഡല്ല, ഒരു കാര്യത്തെക്കുറിച്ചും ചിന്തയില്ല, വിഷമമില്ല, ദുഃഖങ്ങളൊന്നുമില്ല. എപ്പോഴും സമാധാനത്തോടു കൂടി ഇരിക്കാൻ സാധിക്കുന്ന ആഗ്രഹങ്ങളുടെ സഫലതയാണ് ഇവിടെ. മനസ്സിലായി? ഇത് സാഫല്യമായിരിക്കുന്നു, നിങ്ങൾക്കിത് സഫലമായിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സ്നേഹത്തിൽ സന്തോഷം കണ്ടെത്തിയിരിക്കുന്നു. മറ്റ് പല കാര്യങ്ങളിലും നിങ്ങൾക്കിപ്പോൾ സഫലത അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന. നിറഞ്ഞ സന്തോഷത്തിലിരിക്കാൻ നിങ്ങളെ കൊണ്ട് ഈ ഒരു സമയത്ത് സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. കണ്ടില്ലേ? ഒത്തിരി പേരെല്ലാവരും ചുറ്റിനുമുണ്ട്. ഇവിടെ ഇതിനെക്കുറിച്ചൊന്നും ചിന്തയില്ല. വളരെയധികം ശാന്തമാണ് മനസ്സ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ സ്നേഹമുണ്ട്, അതൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കില്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.